ഞാൻ ഇന്നലെ അവിടെ ദീർഘമായ മെനിഞ്ഞാന്നത്തെ പത്രസമ്മേളനത്തിൽ ദീർഘമായിട്ടും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ തോറ്റ് നാറുമെന്ന് തോന്നിയപ്പോൾ കാണിക്കുന്ന ചില ഡൈവേർഷൻ പൊളിറ്റിക്സ് മാത്രമാണ്. നിലമ്പൂരിലെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോ, 23-ാം തീയതി നോക്കിക്കോ. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ എത്രമാത്രം വെറുക്കുന്നുള്ളതിൽ യഥാർത്ഥ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിൽ വരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡൈവേർഷൻ ആകുമോ? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? നിങ്ങളെന്നല്ലേ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേശീയപാത തകർന്നാൽ സർക്കാരിന് പരാതിയില്ല, കേന്ദ്രമന്ത്രിക്ക് പോലും പരാതിയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്, ഏറ്റവും വലിയ അഴിമതിയാണെന്ന്. അത് അന്വേഷിക്കാൻ ആരെങ്കിലും പോയാൽ അത് മഹാപാതകം. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഈ വലിയ അഴിമതി, കേരളം കണ്ട ഏറ്റവും ഭീകരമായ അഴിമതി അന്വേഷിക്കാൻ ഏതെങ്കിലും ആളുകൾ വ്യവസ്ഥാപിതമായ മാർഗവുമായി പോയാൽ അത് മഹാ അപരാധം. ആരാ പറയുന്നത്? സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന് പോലും സങ്കടമില്ല. അവർക്കെതിരായിട്ടാണ് അന്വേഷണം പോകേണ്ടത്. അവർക്ക് സങ്കടമില്ല. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേന്ദ്ര സർക്കാരിനില്ലാത്ത സങ്കടമാണ് ദേശീയപാത അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുണ്ടാകുന്നത്. ഇതെന്താ കാര്യം? ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. അപ്പോൾ എന്തോ മനസ്സിലാക്കേണ്ടത് കള്ളം കപ്പൽ തന്നെയാണെന്നോ? അതാണോ മനസ്സിലാക്കേണ്ടത്? കപ്പൽ ദുരന്തം ഉണ്ടായാൽ അതിൽ കേസെടുക്കണ്ട. കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ കപ്പൽ ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ പിറ്റേന്ന് FIR ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ, മാധ്യമങ്ങളും നമ്മളും എല്ലാവരും കൂടെ ഇറങ്ങി ഹൈക്കോടതി കേസെടുക്കാൻ തീരുമാനിച്ചപ്പോൾ, ഹൈക്കോടതിയിൽ സംബന്ധിച്ച് പെറ്റീഷൻ വന്നപ്പോൾ പേരിനൊരു FIR ഇട്ടിരിക്കുക. പേരിനൊരു FIR. ഈ FIRൻ്റെ 17 ദിവസം മുമ്പ് അപകടം നടന്നപ്പോൾ എടുക്കാൻ പറ്റാത്തത്. അദാനിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രീതി കേരളത്തിൽ ചേരുന്നതല്ല. കേരളത്തിൽ ചേർന്ന രീതിയല്ല ഇത്. നമ്മൾ കണ്ടു പഠിച്ചിട്ടില്ല ഈ രീതി. ഇപ്പോൾ കേരള ഭരണം അദാനിക്ക് മുമ്പിൽ കീഴടക്കുന്നതാണ്. അത് ദേശീയപാതയായാലും കപ്പൽ ദുരന്തമായാലും ഏത് കാര്യത്തിലായാലും കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവൻ്റെ കാര്യം പറയാനല്ല ഈ സർക്കാർ താല്പര്യം. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഇലക്ഷനായിരിക്കും അവിടെ. എൻ്റെ ഒരു പെൻഷൻ പരാമർശം ഭയങ്കര വിവാദമാക്കിയല്ലോ. കോലം കത്തിക്കലായിരുന്നു, യാതയായിരുന്നു, മാർച്ചായിരുന്നു. ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ആയിരക്കണക്കിന് പെൻഷൻ കിട്ടുന്നവരുടെ യോഗം നടത്തി. അവരെല്ലാം സങ്കടത്തോടെ പറഞ്ഞു, കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് 16 മാസമായിട്ട് കുടിശ്ശിക കിട്ടിയിട്ടില്ല. നല്ല കാര്യമായിരുന്നു, അത് ചർച്ചയായല്ലോ. ഏറ്റവും പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു ചർച്ചയാക്കിയല്ലോ കേരളത്തിൽ. അപ്പോൾ ഒരു സംശയം വേണ്ട. നിലമ്പൂർ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ 23-ാം തീയതി കൃത്യമായ മറുപടിയുമായി കാത്തു നിൽക്കുന്നുണ്ട്. അത് പറയും. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കാരണം അത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പം ചോദിക്കേണ്ട ഓരോ ചോദ്യം ഓരോ സമയത്ത് ഓരോ സംഘടനയെക്കുറിച്ച് ചോദിക്കും. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ പിന്നീട് മോശമാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറാണ്. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയമായി നിൽക്കുന്ന ആരെയും ആ രീതിയിൽ കാണാനാണ് കോൺഗ്രസും UDF നിൽക്കാറുള്ളത്. തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ്. അത് അവർ തീരുമാനിക്കും. ഓക്കെ, നല്ല കാര്യമല്ല. അല്ല, ഈ കേൾക്കുന്നതിനൊന്നും മറുപടി പറയേണ്ട ജോലിയല്ല നമുക്കൊക്കെ ഉള്ളത്. നിങ്ങളെ അക്കാര്യത്തിലൊരു വിഷമം വേണ്ട. തരൂര് പോയത് പാർട്ടിയുടെ അറിവോടുകൂടി തന്നെയായിരുന്നു. നമ്മൾ 5 പേരും പോയത് അതിൻ്റെ മറുപടി തുടങ്ങുന്നത്. അവർ പോയി വന്നിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു. അല്ലാത്ത ഒരു പ്രശ്നവുമില്ല. പ്രധാനമന്ത്രി ബ്രീഫ് ചെയ്യണം. അവർ വിദേശത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമാണ് ഇതിനകത്തൊക്കെ. രാജ്യസ്നേഹം കോൺഗ്രസിനെ ആരും പഠിപ്പിക്കേണ്ട. ഈ രാജ്യത്തിന് വേണ്ടി 2 പ്രധാനമന്ത്രിമാരെ അവരുടെ ജീവിതത്തെ ബലിയർപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുമ്പം മാപ്പെഴുതി കൊടുക്കുന്ന ആളുകളുടെ പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യസ്നേഹത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല. അതൊക്കെ തെറ്റായ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഓരോ ദിവസവും കാണും ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോ തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത്. ഞാൻ കണ്ടു മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞങ്ങളാരും പറഞ്ഞിട്ട് നൽകിയിട്ടില്ല. ഇനി ആരാ നൽകിയത് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഓക്കെ, അല്ല, അത് കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് നമ്മൾ നിശ്ചിതമായി വയനാട് സംബന്ധിച്ച ദുരന്തത്തിന് ശേഷം 2 പ്രാവശ്യം പാർലമെൻറ്റിൽ സജീവ ചർച്ച വന്നതാണ്. ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആ വിഷയങ്ങൾ കേരളത്തിൽ പബ്ലിക് കമ്മിറ്റി ടൂർ നടത്തിയപ്പോൾ, അക്കൗണ്ട്സ് കമ്മിറ്റി ടൂർ നടത്തിയപ്പോൾ ഏറ്റെടുത്ത വിഷയമാണ്.
ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്നതിന് പകരം ആ ആശ്വാസത്തെ പിൻവലിക്കാനുള്ള ഡൈല്യൂട്ട് ചെയ്യാനുള്ള നടപടി കേരളത്തെയും വയനാടിനെയും അടക്കം ഗുരുതരമായി ബാധിക്കും. കേന്ദ്ര സർക്കാർ ഉടനടി ഈ ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം. കേന്ദ്ര സർക്കാർ ദുരന്തത്തെ വെച്ച് കളിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.